വണ്ടി 1 മിനിറ്റ് ലേറ്റായിട്ട് വന്നു. 9:36 വന്നു. വണ്ടി വന്ന് നിൽക്കുന്ന സ്റ്റേഷനിൽ ഞാൻ പിറക്കി പോവുക. ട്രാക്കിൽ വേസ്റ്റ് പിറക്കി പോവുക. ഞാൻ പോയി കുറേ ദൂരം ചെന്നപ്പോഴത്തേക്ക് അപ്പം ഞാൻ ഇങ്ങനെ പിറക്കുന്ന കൂട്ടത്തെ ലൈൻ ഇങ്ങനെ ഒന്ന് നോക്കും. കയറ്റമിറക്കം ഈ വെള്ളി ചെയ്തെടുത്ത് അത് വിണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ കയറ്റമിറക്കം ഇച്ചിരി കൂടുതൽ കാണുന്നിടത്ത് ഞാൻ എന്താ കൊടുക്കും, പെട്ടെന്ന് പോകും. അവിടെ ചെന്ന് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്നും പറഞ്ഞ് അങ്ങനെ പിറക്കി പോയപ്പോൾ ഈ കയറ്റമിറക്കം ഞാൻ ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഒരു വല്ലാത്ത കയറ്റിറക്കം. ഇത് വിണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗം താന്നിരിക്കുന്നു, ഒരു ഭാഗം പൊങ്ങിയിരിക്കുന്നു. ഞാൻ അടുത്ത് സ്പീഡിന് ചെന്നു. അപ്പോഴത്തേക്ക് വണ്ടി വിട്ടു. അവിടുന്ന് വണ്ടി വിട്ടു. ഞാൻ ചെന്ന് കണ്ടതും പിന്നെ എന്താണ് ഞാൻ ചെയ്തതെന്നുള്ളത് എൻ്റെ വലിയവൻ എനിക്ക് തന്ന ആ ഒരു മനസ്ഥിതി എനിക്ക് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെ ഓടിയെന്നുള്ളത് പോലും ഇപ്പോഴും ആലോചിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇത് കണ്ടതും എൻ്റെ ആ വേസ്റ്റ് കൊട്ട കറക്റ്റ് അവിടെ അടയാളം വെച്ചു. അടയാളം വെച്ച് കയ്യിൽ കിടന്ന ഗ്ലൗസ് ഊരി പിടിച്ചോണ്ട്. അപ്പം റെയിൽവേക്ക് ഒരു റൂളുണ്ട്, എന്തെങ്കിലും ഒരു അപകടം കണ്ടാൽ നമ്മളിതാ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ കാണിക്കുമ്പോൾ ആ എതിരെ വരുന്ന ട്രെയിൻ നിർത്തണമെന്നുള്ളതാണ് ഈ അടയാളം. എന്നിട്ട് പോലും ട്രെയിൻ എൻ്റെ മുമ്പിൽ വരിക, ഞാൻ ഓടുന്നു. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ യാത്ര ചെയ്യാതിരിക്കുന്നവരോ അയ്യോ ഇല്ല പെങ്കൊച്ചതാ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. അവരറിയുന്നില്ല, അവർ യാത്രയ്ക്ക് വന്നവർ. അന്ന് ഐലൻഡ് എക്സ്പ്രസ് 1 മണിക്കൂർ ലേറ്റ് കന്യാകുമാരി പോകുന്നത്. അതിന് വന്ന യാത്രക്കാർ പറഞ്ഞു അയ്യോ. അപ്പം എന്നെ അറിയുന്നവർ പറയുന്നത് അയ്യോ സൈനബ എന്തിനാ വണ്ടിയുടെ മുമ്പിൽ ഓടുന്നേ. എനിക്ക് ഇങ്ങോട്ടും മറുപടിയില്ല, ഇങ്ങോട്ടും മറുപടിയില്ല, ഒരു സ്വയബോധമില്ല. ഞാൻ മെറ്റിലിൻ്റെ പുറത്തും പാളത്തിൻ്റെ പുറത്തും കട്ടയുടെ പുറത്തും ഓടി എന്തായാലും ഇഞ്ചിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് അവർ വണ്ടി നിർത്തി. അതിന് മുമ്പേ തന്നെ ഞാൻ ഓടുന്ന കണ്ടുകൊണ്ട് അവർ പിന്നെ മെയിൽ അധികാരിയെ വിളിച്ചേച്ച് ചോദിച്ച്, സാറേ ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് വണ്ടി നിർത്താൻ കൈ കാണിക്കുന്നു, എന്ത് ചെയ്യണം? ട്രിവാൻഡ്രത്ത് അവരുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു അങ്ങനെ കരുനാഗപ്പള്ളിയിൽ നിന്ന് സൈനബ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കണ്ടോണ്ടായിരിക്കും, എന്നാൽ വണ്ടി നിർത്തൂ. വണ്ടി നിർത്തി അവർ ഇറങ്ങി വന്ന് എന്താ കാര്യമെന്ന് ചോദിച്ചു. ഞാൻ പറയും സാറേ ഒരു വിള്ളൽ, ട്രെയിൻ പാളത്തിൽ ഒരു വിള്ളൽ. എവിടായത്? സാറേ ഞാനൊരു കൊട്ട അടയാളം വെച്ചേക്കുന്നുണ്ട് സാറേ, എൻ്റെ വേസ്റ്റ് കൊട്ട അടയാളം. ഇവരിറങ്ങി എൻ്റെ കൂടെ. അപ്പം എന്നെ വഴക്ക് പറഞ്ഞു, ഇങ്ങനെ ഓടാൻ പാടില്ല, നിങ്ങളൊരു കല്ല് തട്ടി വീണു, ഒരു പാളത്തെ തലയിടിച്ചു, ആരേക്കും ആരെങ്കിലും സഹായിക്കാനുണ്ടോ? റെയിൽവേ ഒന്നും ഏക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഓടി വന്നത് ആപത്തിൽ നിന്ന് രക്ഷിക്കാനാണ്, പക്ഷെ നിങ്ങളുടെ ജീവൻ വിലപ്പെട്ടതാണ്, നിങ്ങളുടെ മക്കൾക്ക് ഇല്ലാതാവും എന്നും പറഞ്ഞ് വഴക്ക് പറഞ്ഞ് അവരെൻ്റെ കൂടെ നടന്നു വരുക. വണ്ടി ഇവിടെ കിടക്കുന്നു. വന്ന് നോക്കിയപ്പം പറയാ, എൻ്റെ ഇതാണോ ചെറിയ വിള്ളൽ, ഞങ്ങളിപ്പം വല്ലവരുടെ അയ്യത്ത്, ഈ വണ്ടി ഞങ്ങളുമായിട്ട് വല്ലവരുടെ അയ്യത്തിരുന്നേന് എന്നും പറഞ്ഞ് അപ്പം തന്നെ കൈ കൊടുത്തു. അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചു. അവർക്ക് ഇനി അതിലും വലിയ സന്തോഷമായിരുന്നു. അപ്പോഴത്തേക്കും മെയിൻ്റെനൻസ് അടുത്ത് വർക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ വന്ന് പെട്ടെന്ന് തന്നെ ക്ലാമ്പ് ചെയ്തു. പിന്നെ 2 പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് അടിയിലൊരു കട്ട വലിയൊരു തടി കഷ്ണം വെച്ചു. ആ വണ്ടി 1 മണിക്കൂർ ലേറ്റായിട്ട് പോയി. പിന്നെ ആ മെയിൻ്റനൻസ് പണി വൈകിട്ട് 5 മണി വരെ അവിടെ നടന്നു. ആ ഒരു അപകടം എന്ന് പറയുന്നത് ആ